ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. ഒപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെയും ഇന്നുമായി സജീവമായി തന്നെ അവിടെ തുടരുകയാണ്. ഡൽഹിയിൽ തുടരുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഡൽഹിയിലുണ്ട്. ബൽറാം ചേരുന്നു. ബൽറാം, ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഒരു ഏകദേശ ചിത്രം, ഒരു 60 സീറ്റുകളിലെങ്കിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഉറപ്പിക്കാവുന്ന പേരുകളിലേക്ക് എത്തുമോ? വെരി ഗുഡ് മോർണിംഗ് ഗൂഗിൾ പ്രവിത. സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 60 പേരുടെ പേരുകളെങ്കിലും അന്തിമമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു 60 അംഗ പട്ടിക അല്ലെങ്കിൽ 60 പേരുടെ പേരടങ്ങുന്ന പട്ടികയായിരുന്നു കൊണ്ടുവന്നത്. അതിൽ തന്നെ 40ഓളം പേരുകൾ സംബന്ധിച്ച് ഏതാണ്ട് ധാരണയായി എന്നായിരുന്നു ഡൽഹിയിൽ എത്തും മുമ്പ് നേതാക്കൾ പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോഴും ഏതാണ്ട് 35-നടുത്ത് പേരുകൾ മാത്രമാണ് അന്തിമമായ ഒരു പട്ടിക ഇതുവരെയും കഴിഞ്ഞ ഒരു ദിവസം പൂർണ്ണമായും നീണ്ടുനിന്ന ചർച്ചകളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൽ പ്രധാനമായും സംവരണ സീറ്റുകൾ, കൂടാതെ കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ, ഇതോടൊപ്പം തന്നെ ഒറ്റ പേരുകൾ മാത്രം നിർദ്ദേശിച്ച മണ്ഡലങ്ങൾ എന്നിവയടങ്ങുന്നതായിരുന്നു ഈ 40ഓളം സീറ്റുകൾ എങ്കിൽ അതിലും ചില മണ്ഡലങ്ങളിൽ മറ്റ് ചില പേരുകൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഒപ്പം തന്നെ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിലും ഇപ്പോഴും ഒരു തർക്കം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് കെ സുധാകരൻ സ്വന്തം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം, അതിലെല്ലാം തന്നെ ഈ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഇത്തരത്തിൽ ആർക്കും ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നൊരു പ്രതികരണം KPCC പ്രസിഡന്റ് നടത്തിയിരുന്നു. എന്തായാലും ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. ഇന്ന് അതിൽ ഏറ്റവും നിർണായകം ആകുന്നത് വൈകിട്ട് 5 മണിക്ക് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമായിരിക്കും. ആ യോഗത്തിലായിരിക്കും ഒരു അന്തിമ പട്ടിക പൂർത്തിയാക്കുക. ഏതാണ്ട് 50-നടുത്ത് സീറ്റുകൾ അടങ്ങുന്നതായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന് മുമ്പായി തന്നെ നേതാക്കൾ തമ്മിലുള്ള വിവിധ കൂടിക്കാഴ്ചകൾ ഇന്നും ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചകളിലായിരിക്കും പട്ടിക അന്തിമ രൂപത്തിലേക്ക് എത്തുക. അതേസമയം തന്നെ ഇന്ന് ഡൽഹിയിൽ മറ്റൊരു നിർണായകമായ നീക്കം എന്നുള്ളത് പാർലമെന്റിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരായ അവിശ്വാസ പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. വൈകിട്ട് 6 മണിയോടെയായിരിക്കും ഈ വോട്ടെടുപ്പ് നടക്കുക. ഇന്നലെ ഉച്ചയോടെയാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ചകൾ ആരംഭിച്ചത്. പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ ഈ വിമർശനത്തിനുള്ള ഒരു അവസരമാക്കി ഈ ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയെ മാറ്റിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിന്റെ 1-ാം പാദത്തിൽ ആരോപിച്ചിരുന്ന മുൻ കരസേനാ മേധാവി ജനറൽ MM നർവാനിയുടെ പുസ്തകം സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയ്ക്കിടെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് കൃത്യമായി തന്നെ തക്കതായ മറുപടി ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹവും കടുത്ത വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചേക്കും എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടായ ഇന്ധന പ്രതിസന്ധി അത് പാർലമെന്റിൽ വലിയൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനും ശക്തമായ പ്രതിഷേധം ഉന്നയിക്കാനുമുള്ള തീരുമാനത്തിലാണ് ഇരുസഭകളിലും പ്രതിപക്ഷം. തീർച്ചയായും. ഏതായാലും ബൽറാമാണ് ഡൽഹിയിലെ വാർത്താ സാധ്യതകൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.